ശരി, ശ്രീ NM കാരശ്ശേരി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മാഷേ, ഇവിടെ ഒരു വലിയ മാറ്റം കേരളത്തിൽ സാംസ്കാരിക നായകർ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നതാണ്, ആഗ്രഹിച്ചിരുന്നതാണ്. ആ മാറ്റം സാധ്യമായി കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഉണ്ടായുള്ള ചർച്ചകൾ അത് നീണ്ടുപോയത് വലിയ അലോസരം ഉണ്ടാക്കിയിരുന്നു. ഇതിപ്പോൾ 21 മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വളരെ വേഗത്തിൽ ആ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ UDF-നെ സംബന്ധിച്ചായിരിക്കുന്നു. 6 പതിറ്റാണ്ടിന് ശേഷം ആദ്യമാണ് അത്തരമൊരു നീക്കം നടക്കുന്നത്. അത് UDF-ന്റെ വരവ് കാത്തിരുന്ന, മാറ്റം പ്രതീക്ഷിച്ചിരുന്നവർക്കും പ്രതീക്ഷ നൽകുന്നുണ്ടോ? രേണു, പറഞ്ഞോളൂ. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 മിനിറ്റിനകം ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നാണ് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ KC വേണുഗോപാൽ അന്ന് പറഞ്ഞിരുന്നത്. അത് ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. ഇപ്പോൾ കേൾക്കാം. കേൾക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 നിമിഷത്തിനകം ഞങ്ങൾ മുഖ്യമന്ത്രി ആരാണ് എന്ന് പറയും എന്ന് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. സാഹചര്യവശാൽ അത് 10 ദിവസമെടുത്തു. അത് അവരുടെ കോൺഗ്രസ് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പുറത്തുമൊക്കെ വളരെയധികം മനപ്രയാസം ഉണ്ടാക്കിയ ഒരു കാലതാമസമായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആലോചിക്കുമ്പോൾ ഇത് എന്തൊരു വലിയ ആശ്വാസമാണ്, എത്ര വേഗമാണ് കാര്യങ്ങൾ തീരുമാനമായത്. അതൊക്കെ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഇപ്പോൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ, നമ്മളതിനെപ്പറ്റി നല്ലത് വിചാരിക്കുക. ഇപ്പോൾ സതീശൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കോ UDF-കാർക്കോ മാത്രമല്ല, പുറത്തുള്ള ആളുകൾക്കും LDF-ലെ വലിയ വിഭാഗം ആളുകൾക്കും മാധ്യമപ്രവർത്തകർക്കൊക്കെ വളരെ പ്രതീക്ഷയുണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. 25 കൊല്ലം MLA ആയിരുന്നു. നമ്മൾ അറിഞ്ഞിടത്തോളം ഒരു തരത്തിലുള്ള കളങ്കവും അദ്ദേഹത്തിന് നേരെ ആരോപിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു അദ്ദേഹം ഉണ്ടാക്കിയ പ്രതീക്ഷ, അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച ഊർജം ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും പോലും അദ്ദേഹത്തിന് ഉണർത്താൻ പറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയെപ്പറ്റി നല്ലത് വിചാരിക്കുക, നല്ലത് പറയുക, വരട്ടെ. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ മാതിരി പാർട്ടികൾക്ക് ജില്ലാ പ്രാതിനിധ്യം, പിന്നെ സമുദായ പ്രാതിനിധ്യം, പിന്നെ ആൺപെൺ സന്തുലിതാവസ്ഥ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടാവും. അപ്പോൾ ഇപ്പം വന്ന പട്ടികയിൽ 2 സ്ത്രീകളെ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ഒന്ന് ശ്രീമതി ബിന്ദു കൃഷ്ണയും ശ്രീമതി തുളസി. തൊട്ട് മുമ്പത്തെ 2ാം പിണറായി ഗവൺമെന്റിൽ സ്ത്രീകൾ 3 പേരുണ്ടായിരുന്നു. ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി വീണ ജോർജ്, ചിഞ്ചു റാണി. ഷാനിമോൾ ഉസ്മാൻ മന്ത്രിയാണോ? മന്ത്രിയാണോ ഷാനിമോൾ ഉസ്മാൻ? ഡെപ്യൂട്ടി സ്പീക്കറാണ്. മന്ത്രിമാരുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കറാ, ഞാൻ മന്ത്രിയുടെ കാര്യം പറഞ്ഞത്. അല്ല, അത് നന്നായി. ഷാനിമോൾ ഉസ്മാൻ എന്നൊരു വനിതയെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു, അല്ലെങ്കിൽ ആ തീരുമാനമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, കേരളത്തിലെ മന്ത്രിസഭകളിൽ സാധാരണഗതിയിൽ അതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഒരു സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 4%, 5%-ലധികം വരില്ല. നമ്മളെ 2ാമത്തെ മന്ത്രിസഭ പട്ടം മിനിസ്ട്രി 1960 വന്ന് അതിൽ സ്ത്രീകളെ ഉണ്ടായിരുന്നില്ല. 2 കൊല്ലം കഴിഞ്ഞ് 62 R ശങ്കറിന്റെ മന്ത്രിസഭ വരുന്നു, അതിലൊറ്റ സ്ത്രീയില്ല. പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ 4 വട്ടം മുഖ്യമന്ത്രി ആയാളാണ് ശ്രീ K കരുണാകരൻ. അദ്ദേഹത്തിന്റെ 2 മന്ത്രിസഭകളിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇപ്പോൾ കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ട്, അതിലിപ്പോൾ 11 പേരെ സ്ത്രീകളുള്ളൂ. നമ്മുടെ ജനസംഖ്യയിൽ 51% സ്ത്രീകളാണ്. എന്നും ഒരു പെണ്ണധിക നാടാണ് കേരളം. അപ്പോൾ സ്ത്രീ പ്രാതിനിധ്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഇത് LDF UDF വ്യത്യാസമില്ലാതെ എൻ്റെ ഓർമ്മയിൽ 3 വനിതാ അംഗങ്ങളുള്ള ഒരു ഒറ്റ മിനിസ്ട്രി 2ാം പിണറായി മന്ത്രിസഭയാണ്. അല്ലാത്തപ്പോഴൊക്കെ ഒരു വനിത അല്ലെങ്കിൽ 2 വനിത അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം അത് നമ്മൾ വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ പക്ഷേ കേരള മന്ത്രിസഭകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പറ്റി
അങ്ങനെ ഒരു മന്ത്രിസഭയാണ്. ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൂടി കൊടുക്കുമ്പോൾ 3 ക്യാബിനറ്റ് പദവികളിലേക്ക് വനിതകൾ എത്തുന്നു. അങ്ങനെ അത് ബാലൻസ് ചെയ്തിരിക്കുന്നു എന്നതാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. 1 നിന്ന് 3 ആയി. നന്നായി. അല്ല, അത് നമ്മൾ ആലോചിക്കുകയും ചർച്ചയും ചെയ്യേണ്ട കാര്യമാണ്. ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത്, കേരള നിയമസഭയിലെ 140 സീറ്റുകളിൽ 50% 70 എണ്ണം സ്ത്രീകൾക്ക് സംവരണം ചെയ്യണം എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ 2006 അച്യുതാനന്ദൻ ഗവൺമെന്റ് അന്ന് വകുപ്പ് മന്ത്രി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.